അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റേഡിയോ HRDFന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപ്പത്തിലെ കാഴ്ച നഷ്ടപ്പെട്ട് അന്ധതയുടെ ഇരുളുകളിലേക്ക് എറിയപ്പെട്ട ആളായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ്. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ്, മദീന യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, സൗദി മതകാര്യ വകുപ്പ് തലവൻ, ഗ്രാൻഡ് മുഫ്തി എന്നീ പദവികളെല്ലാം തൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വഹിക്കുകയുണ്ടായി. ഒരിക്കൽ 90-കാരനായ ഷെയ്ഖിനെ സന്ദർശിച്ച ഏതാനും ചെറുപ്പക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പ്രായത്തിലും അങ്ങ് ഞങ്ങളെക്കാൾ ഉന്മേഷവാനാണല്ലോ, എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, മനസ്സ് കർമ്മനിരതനാണെങ്കിൽ അവയവങ്ങൾക്ക് തളർച്ച ബാധിക്കുകയില്ല. മുടിയുടെ നിറം അല്പമൊന്ന് മാറുകയോ ശരീരത്തിൽ നേരിയ ചുളിവുകൾ കണ്ടു തുടങ്ങുകയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. കൃത്യമായ ലക്ഷ്യബോധമോ ദിശാബോധമോ ഇല്ലാത്തതിനാൽ 30 എത്തുന്നതിന് മുമ്പേ അകാല നരയും വാർദ്ധക്യവും പേറിക്കയുന്നവരാണ് മറ്റു ചിലർ. വേണ്ടാത്ത ഭയവും ചിന്തകളും കാരണമായി അകാല വാർദ്ധക്യം പ്രാപിക്കുന്നവരും വിരളമല്ല. യൗവനം എന്നത് ജീവിതത്തിലൊരു പ്രത്യേക കാലഘട്ടമല്ല, അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഒരാളുടെ മനസ്സ് പ്രസന്നവും അയാൾ കർമ്മനിരതനും ആണെങ്കിൽ അയാൾ ഒരു യുവാവാണ്. അതേസമയം ഒരു 30-കാരൻ നിഷ്ക്രിയനും മടിയനും ഉന്മേഷമില്ലാത്തവനുമാണെങ്കിൽ അയാൾ അകാല വാർദ്ധക്യം പ്രാപിച്ചവൻ എന്ന വിശേഷണത്തിനാവും കൂടുതൽ അർഹൻ. മെഹബൂബെ ഇലാഹി ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി വലിയൊരു ശുദ്ധജല സംഭരണി നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ബവോലി എന്നാണ് അതിന്റെ പേര്. ആ സമയത്ത് ഷെയ്ഖ് അവറുകൾക്ക് 80-ലേറെ വയസ്സുണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തകനും ശാക്തീകരണ പ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യവുമായ ഈ അബൂബക്കർ സാഹിബ് തന്റെ സഹപ്രവർത്തകരെ പറ്റി പരാമർശിക്കുമ്പോൾ പറയാറുണ്ട്, ഇല്ല, ഞങ്ങളുടെ പ്രവർത്തകർ നരബാധിച്ച് മരിക്കുകയില്ല. വ്യക്തമായ ജീവിത ലക്ഷ്യവും കൃത്യമായ ദിശാബോധവും അർപ്പണ മനസ്ഥിതിയുമുള്ള ആളുകളെയും പ്രസ്ഥാനങ്ങളെയും ഒരിക്കലും അകാല നരയും വാർദ്ധക്യവും ബാധിക്കുകയില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കെന്ന വണ്ണം അവർ തങ്ങളേറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി പണിയെടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നെറ്റിത്തടത്തിൽ വിയർപ്പുതുള്ളികളുമായി ചുറുചുറുക്കോടെ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടും ഇൻഷാ അല്ലാഹ്.